നമസ്കാരം. നഗരമധ്യത്തിൽ ആക്രമണം നടത്താനുള്ള ഭീകരരുടെ പദ്ധതി പൊളിച്ചിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ്. സൗദി അറേബ്യൻ IS മോഡലിന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. സംഭവത്തിൽ ഭീകരരെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയനഗരത്തിൽ നിന്നും സിറാജ് എന്നയാളെയും ഹൈദരാബാദിൽ നിന്നും സമീർ എന്നയാളെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെലങ്കാന കൗണ്ടർ ഇന്റലിജൻസിന്റെയും ആന്ധ്രാപ്രദേശ് ഇന്റലിജൻസിന്റെയും സംയുക്ത പരിശോധനയിലൂടെയാണ് ഇവർ പിടിയിലായത്. പദ്ധതിയുടെ ഭാഗമായി വിജയനഗരത്തിൽ നിന്നും സിറാജ് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. പാൽഗാമിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ സുരക്ഷാസേന വിപുലമായ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. മെയ് 17-ന് NIA മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് IS സ്ലീപ്പർ സെൽ അംഗങ്ങളായ 2 ഭീകരരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. ഇവർ പൂനെ IED കേസിൽ ഉൾപ്പെട്ടവരായിരുന്നു. 2 വർഷത്തോളമായി അന്വേഷണ സംഘത്തിന്റെ കണ്ണ് വെട്ടിച്ച് കഴിയുകയായിരുന്നു ഇവരെന്നാണ് റിപ്പോർട്ടുകൾ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലീസുകളുടെ കൗണ്ടർ ഇന്റലിജൻസ് സെൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ ആദ്യം ആന്ധ്രയിലെ വിജയനഗരിയിൽ നിന്നും സിറാജ് ഉർ റഹ്മാനെ പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹൈദരാബാദിൽ സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചന പുറത്തുവന്നത്. തുടർന്ന് ഹൈദരാബാദിൽ നിന്നും സെയ്ദ് സമീറിനെ അറസ്റ്റിലായിരുന്നു. ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. സ്ഫോടക വസ്തുക്കളായ അമോണിയം, അതോടൊപ്പം തന്നെ സൾഫർ, അലൂമിനിയം പൗഡർ എന്നിവയും ഇവരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാക്കൾ കസ്റ്റഡിയിലാണെന്നും വൈകാതെ കോടതിയിൽ ഹാജരാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പൊതുസമൂഹം ജാഗ്രത പുലർത്തുകയും പോലീസിനോട് സഹകരിക്കുകയും വേണമെന്നും അറിയിപ്പുണ്ട്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഈ മാസം 7 മുതൽ 10 വരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിൽ തിരിച്ചടി നടത്തിയിരുന്നു. ഇതിനുശേഷം രാജ്യത്ത് സ്ലീപ്പർ സെല്ലുകൾ സജീവമാകുമെന്ന് കേന്ദ്ര വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പരിശോധനയിലാണ് വൻ സ്ഫോടക പദ്ധതി പോലീസ് പൊളിച്ചത്. ഒരു നേപ്പാൾ സ്വദേശി അടക്കം 26 പേരാണ് കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ചത്. ഇതിന് മറുപടിയായി കൊടും ഭീകരർ ഹാഫിസ് സെയ്ദിന്റെ കുടുംബാംഗങ്ങളെ അടക്കം നിരവധി പേരെ ഇന്ത്യ വധിച്ചു. സൈനിക താവളങ്ങളും ഇന്ത്യ തകർത്തു. ഇതിനിടെ ഇന്ത്യയിൽ 3 സ്ഫോടനങ്ങളിൽ പ്രതിയായ സെയ്ഫുള്ള ഖാലിദ് എന്ന കൊടും ഭീകരനെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സീഡ് പ്രവിശ്യയിൽ അജ്ഞാതരായ ഒരു കൂട്ടം ആളുകൾ വധിച്ചു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.